കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ സിറ്റിയുടെ അടുത്ത് ചക്കരക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കണ്ണൂർ സിറ്റിയുടെ പരിസരത്ത് ചക്കരക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് തന്നെ ഒരടുത്തടുത്ത് തന്നെ നടന്ന 4 മരണങ്ങൾ. സഹോദരങ്ങളെ, എന്റെ മുമ്പിലുള്ള ചെറുപ്പക്കാരാ, എന്റെ പരിസരത്തുള്ള പ്രിയപ്പെട്ട പെങ്ങളെ, ഇപ്പോഴെങ്ങും ഞങ്ങൾ മരിക്കൂല ഉസ്താദേ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പള്ളിക്കാട്ടിലൊന്ന് പോവൂ പൊന്നുമോളെ. അവിടെ അടക്കം ചെയ്തിരിക്കുന്നത് 90 വയസ്സുള്ള ഉമ്മാമ മാത്രമല്ല, 80 വയസ്സുള്ള ഉപ്പാപ്പ മാത്രമല്ലോ. മാതാവിന്റെ ഗർഭഗൃഹത്തിൽ കിടന്നു 9 മാസവും 10 ദിവസവും പൂർത്തിയാക്കാതെ ചാപിള്ള എന്ന ഓപന പേരോടെ ഗർഭഗൃഹത്തിൽ വെച്ച് ജീവന്റെ തുടിപ്പ് നഷ്ടപ്പെട്ടു പോയി പുറത്തേക്ക് കിടന്നു വന്ന് മാംസത്തിന്റെ കട്ടത്തെയും കഫം തുണിയിൽ പൊതിർന്നു കൊണ്ടുപോയി വെച്ച സ്ഥലമാണ് സഹോദരങ്ങളെ. പള്ളിക്കാട് മറന്നു പോകണ്ട. അവിടെ 5 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. 5 വയസ്സുള്ള പൊന്നോമനകൾ അവിടെയുണ്ട്. പല 15കാരന്മാരും, പല 15 വയസ്സുള്ള കുട്ടികളും, പല 17കാരികളും, പല 25 വയസ്സുള്ള രോഗനിർഗാതരായ ചെറുപ്പക്കാരും ആ പള്ളിക്കാട്ടിൽ കിടക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒന്ന് ബോധമണ്ഡലം ഉണരട്ടെ, ഒന്ന് ചിന്തിക്കട്ടെ. അസ്രായീലിന്റെ വരവ് ഒന്ന് ചിന്തിക്കട്ടെ. കഫം തുണിയെ കുറിച്ചൊന്ന് ആലോചിക്കട്ടെ. ആരൊക്കെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് പറ്റിച്ചാലും, എവിടെയൊക്കെ നിൽക്കാം ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പറ്റിച്ചാലും വരാൻ കൃത്യമായി വരുന്ന ഒരാളുണ്ട്. കടന്നു വരുമ്പോൾ ആലോചിക്കണേ. എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് നമ്മുടെ മരണമെന്ന് പറയാൻ പറ്റൂല. ഈ 2-3 മാസത്തിന്റെ ഉള്ളിൽ തന്നെ അടുത്തടുത്ത് നടന്ന 4 മരണങ്ങൾ കണ്ണൂർ ജില്ലയിൽ നടന്ന മരണങ്ങൾ ഈ വിനീതനെ വേദനിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. അത് 1ാമത്തെ മരണം 26 വയസ്സുള്ള ചെറുപ്പക്കാരനാ. ഈ 4 മരണ വീട്ടിലും ഞാൻ പോയി. വ്യത്യസ്ത സമയങ്ങളിൽ എനിക്ക് അവിടെ പ്രഭാഷണമുണ്ടായിരുന്നു. അവിടെ ഞാൻ പോയി ദ്വാരം അവനാ. അതുകൊണ്ട് ഞാൻ തുറന്നു പറയുകയാ, നിങ്ങളുടെ ജില്ലയാ പരിസരത്ത് 1-2 മണിക്കൂർ കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റും, അന്വേഷിക്കാൻ പറ്റും സഹോദരങ്ങളെ. 26 വയസ്സുള്ള ചെറുപ്പക്കാരനാ. അതിൽ 1ാമത്തെ ചെറുപ്പക്കാരൻ ആലോചിക്കണേ. 2ാമത്തെ ചെറുപ്പക്കാരൻ, 2ാമത്തെ പൊന്നുമോൻ 19 വയസ്സുള്ളവനാ. 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ ആക്സിഡന്റിൽ മരിച്ചുപോയതാ. 2ാമത്തെ 19 വയസ്സുള്ള പൊന്നുമോനെ, ഡിഗ്രികൾ എന്ന പൊന്നുമോനെ. വീട്ടിൽ 2 മക്കളെ മൂത്തവനാ 19 വയസ്സുകാരൻ. അവന്റെ കൂട്ടുകാരനെ വിദേശത്തേക്ക് യാത്രയാക്കാൻ എയർപോർട്ടിലേക്ക് അവൻ കൂട്ടിന് പോവുകയാ. എയർപോർട്ടിലേക്ക് കൂട്ടിന് പോകുമ്പോ വാഹനത്തിലൂടെ കടന്നു പോകുമ്പോ മുമ്പ് സീറ്റിൽ നിന്ന പൊന്നുമോനായി 19 വയസ്സുകാരൻ. 2ാമത്തെ മരണം ആലോചിക്കണേ. വണ്ടി മുമ്പോട്ട് നീങ്ങുമ്പോൾ ഇവനെ സെൽഫി എടുക്കുകയാ, ഇവനൊരു സെൽഫി ഫോട്ടോ എടുക്കുകയാ. അവൻ സ്വന്തമായിട്ട് മൊബൈൽ പിടിച്ചുകൊണ്ടൊരു ഫോട്ടോ എടുക്കുകയാ. അവന്റെ പിൻ സീറ്റിലും നാളുകളും ആ മൊബൈൽ പകർത്തി. എന്താണ് ആ മൊബൈലിൽ വന്ന പിക്ചർ, ആ മൊബൈലെടുത്ത പിക്ചർ അവനതാ ഷെയർ ചെയ്യുകയാ. വാട്സാപ്പിലേക്ക് കമന്റോടെ, ഫേസ്ബുക്കിലേക്ക് കമന്റോടെ ഞങ്ങൾ പോവുകയാ ഗൾഫിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരെ യാത്രയാക്കാ. ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ പൊന്നുമോൻ അവനറിഞ്ഞില്ല ഇത് പരലോകത്തേക്കുള്ള യാത്ര ചോദിക്കലാണെന്ന് അവനറിഞ്ഞില്ല. അടുത്ത നിമിഷത്തിൽ വാഹനം സ്പീഡിലോടുന്ന വാഹനത്തിന്റെ അവനിരുന്ന സൈഡിലിരുന്ന ആ കറങ്ങിത്തിരുന്നു വന്ന ആ ടയർ പൊട്ടുകയാ. ടയർ പൊട്ടിയിട്ടവന്റെ വാഹനം ഇങ്ങനെ ഫുട്ബോൾ പന്ത് പോലെ കറങ്ങിപ്പോവുകയാ. അവനിരുന്ന സൈഡിന്റെ ഡോർ തുറക്കുകയാ. അവൻ തെറിച്ച് വീടുകയാ. അവിടെ കിടന്ന് പടന്നു വരച്ച പൊന്നുമോനെ 19 വയസ്സുകാരാ. പടച്ചവനെയാ 4 പേരുടെയും കബറിയ ജീവിതം നീ സന്തോഷിപ്പിക്കണേ അല്ലാ. അങ്ങനെയുള്ള ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെയും മക്കളെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങളോട് കടമപ്പെട്ടവരെയും വസിയത്ത് ചെയ്തവരെയും നീ കാക്കണേ അല്ലാ. അങ്ങനെ അപകട ദുരന്തത്തിൽ മരണപ്പെട്ട ഒരുപാട് ആളുകൾ സഹോദരങ്ങളെ ഉസ്താദേ ദ്വാരക്കണേ. പലരും അങ്ങനെ അപകടത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ പരിസരത്ത് 10-15 കിലോമീറ്ററിന്റെ ഉള്ളിലായി പല ബൈക്കുകാരും പല റോഡിൽ തെറിച്ച് വീണ തലത്തോട് പോലും പുറത്തേക്ക് വന്ന സംഭവമുണ്ട്. ദ്വാരക്കണയെന്നൊരു സഹോദരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപകടത്തിൽ പൊലിഞ്ഞുപോയ മക്കൾ, സഹോദരങ്ങൾ, അവരുടെ ഖബറുകൾ നീ സന്തോഷകരമാക്കണേ അല്ലാ. അവരുടെ ഖബറുകൾ നീ സന്തോഷകരമാക്കണേ അല്ലാ. അവരുടെ ഖബറുകൾ സ്വർഗ്ഗപൂങ്കാവനമാക്കണേ അല്ലാ. അവരനുഭവിച്ച വേദന പറയാൻ പറ്റുന്നതിനപ്പുറമുള്ള വേദന അനുഭവിച്ചുകൊണ്ട് പരലോകം പുൽകിയ മക്കൾ തമ്പുരാനെ രക്തസാക്ഷിയുടെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഈ 19 വയസ്സുകാരൻ സഹോദരങ്ങളെ ആ ഫോട്ടോയിൽ നീതനെ അവിടെ ചെന്നപ്പോൾ ദ്വാരക്കാൻ
ചെന്നപ്പോ എന്റെ കൂടെ വന്ന ഒരു സഹോദരൻ ആ ഫോട്ടോ കാണിച്ചു. തിരിച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണെന്ന കമന്റോടെ മൊബൈലിലേക്ക് വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്ത ഫോട്ടോ കണ്ട് കണ്ണ് നിറഞ്ഞുപോയി. കുഞ്ഞുമോനെ, ഇപ്പോൾ ഈ സമയത്ത് ഏത് മൈലായിയാണ് എന്റെ കബറിൽ നിന്ന് വളമെടുത്തുകൊണ്ട് പൂത്തുല്ല സിദ്ധീരാവിലും ഇപ്പോൾ സുഗന്ധപൂർണ്ണ നിൽക്കുന്നത്. അല്ലാഹുവേ, ആ കബർ സുഗന്ധപൂർണ്ണമാക്കണേ അല്ലാ. ഒന്ന് ചിന്തിക്കണേ. അവിടെ ദ്വാരന്നുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുന്നത് മരിച്ചതിന്റെ 3-ാം ദിവസമാ. ഈ വിനീതനായി ഞാനും 1-2 പേരും എന്റെ കൂടൊപ്പമുണ്ട്. ഞാൻ വീടിന്റെ പടിയിറങ്ങുമ്പോൾ കൊണ്ട് പുറത്തേക്ക് കടന്നു വരുമ്പോ അവിടെ നിന്ന് ഒരാളെന്നോട് പറഞ്ഞു, ഉസ്താദേ, ഈ നിൽക്കുന്ന ഈ മിണ്ടാതെ പൊട്ടി നിൽക്കുന്ന ഈ മനുഷ്യനറിയുമോ? ഇതാണ് പൊന്നുമോന്റെ ഉപ്പ, ഇതാണ് പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഉപ്പ. എനിക്കൊന്നും എന്ത് പറയണമെന്നറിയില്ല. ബാക്കികൾ പതറിപ്പോയി. എങ്ങനെ സമാധാനിപ്പിക്കും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും. ഒരു ഉപ്പയ്ക്ക് എങ്ങനെ സമാധാനിക്കാൻ പറ്റും? മൂത്തമോൻ ഡിഗ്രി കഴിഞ്ഞ് സ്വപ്നങ്ങളിലൂടെ വളർത്തിക്കൊണ്ടുപോയി നല്ല പ്രിയപ്പെട്ട കൂട്ടുകാരും നാട്ടുകാർക്കും പരിസരവാസികൾക്കും മാതൃകയായ പൊന്നുമോനെ, ആ പൊന്നുമോന്റെ ഉപ്പ ഇങ്ങനെ വിങ്ങി നിൽക്കുമ്പോ അതിനൊരാളെന്നോട് പറയുകയാ, ഉസ്താദ്, നിങ്ങൾ ആ ഉപ്പയുടെ തലയിൽ കൈവച്ചൊന്ന് ദ്വാരക്കണേ. കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ എന്നോട് പറയുകയാ, ഉസ്താദേ, പാതിരാവിലെ പൊട്ടിക്കരഞ്ഞ് 2 മണി 3 മണി സമയത്ത് ആ മനുഷ്യൻ എഴുന്നേറ്റിരുന്നിട്ട് പൊട്ടിക്കരയുകയാ. പൊട്ടിക്കരച്ച് കേട്ട് പലരും ഇങ്ങനെ വാതിൽ തുറന്നു നോക്കുമ്പോ കരയുകയാ ഭ്രാന്തനെ പോലെ. പ്രിയപ്പെട്ട പൊന്നുമോൻ ഇവിടെ മറന്നുപോയോ? നമ്മുടെ പൊന്നുമോൻ ഖബറിലാണോ? അവൻ പോയോ? അവൻ ഇവിടെ ഇല്ലയോ? അവൻ ഇവിടെയാണ്. ഒരു പ്രാർത്ഥന പോലെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന ആ ഉപ്പയുടെ സമാധാനത്തിന് മാനസിക താളം തെറ്റിപ്പോകാതിരിക്കാൻ നിങ്ങളൊന്ന് ദ്വാരക്കണേ, ഒരു ഖുർആൻ ഓതിക്കൊടുക്കണേ എന്ന് പറയുമ്പോ ഈ വിനീതന്റെ കൈ ആ പ്രിയപ്പെട്ട 19 വയസ്സുകാരൻ പൊന്നുമോന് ഉപ്പയുടെ തലയിലേക്ക് വെച്ചപ്പോ ആ തലയുടെ ചൂട് ഞാൻ ഇപ്പോഴും ഓർക്കുകയാ. സഹോദരങ്ങളെ, ആ വാഹനത്തിൽ കയറിയിട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഉപ്പയുടെ തലയുടെ ചൂട് വല്ലാത്ത ചൂടാൻ. വിഷമത്തിന്റെ, വിരഹത്തിന്റെ, പ്രയാസത്തിന്റെ, വേർപാടിന്റെ ചൂട്. ആ ചൂടിനെ തണുപ്പിക്കണേ റബ്ബേ, സമാധാനം കൊടുക്കണേ അല്ലോ. ഞങ്ങളുടെ മക്കളെ നീ അകാല മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലോ. സഹോദരങ്ങളെ, മൂന്നാമത്തെ മരണം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. പ്രിയപ്പെട്ട പൊന്നുമോൻ റഫിനാദ് എന്ന 16 വയസ്സുകാരൻ. ഈ 4 മരണങ്ങളും 3 മാസത്തിന്റെ ഉള്ളിലുണ്ടായ മരണങ്ങളാ. അതും ചക്കരക്കല്ലെന്ന് പറയുന്ന പ്രദേശത്ത് മാത്രമുണ്ടായ മരണങ്ങളാ. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരേ ജില്ലക്കാരായ ആ കൂട്ടുകാരുടെ മരണം, ആ കുട്ടികളുടെ മരണം നമുക്കൊരു പാഠമാകണം. അവർക്ക് വേണ്ടി ദ്വാരക്കണം. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എവിടെയാണ് നമ്മുടെ റൂഹ് പരലോകത്തേക്ക് പറന്നു പോകുന്നതെന്ന്. പൊന്നുമോനെ, 100-110 നീ ഇങ്ങനെ അടിച്ചു കറങ്ങി നടക്കുമ്പോ ചിന്തിക്കുന്നില്ല. കഥായിപ്പോയ നിസ്കാരങ്ങൾ നടുറോഡിൽ പെട്ടുപിടുത്തം വിട്ടുപോകുമോ? പരിഹരിക്കാനുള്ള പാപടഞ്ഞു പോകുമോ? ഏത് വാഹനത്തിന്റെ അടിയിൽ, ഏത് ടയറിന്റെ അടിയിൽ, ഏത് ഓടയിൽ, എവിടെയാണ് നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ ഒരു പൊളിത്തീൻ കവറിൽ ആളുകൾ വന്നിട്ട് പെറുക്കി കൂട്ടി നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഒപ്പിച്ചു വെച്ച് കവറിൽ കൊണ്ടുപോയി വെക്കുന്നത്? മോനെ, ചിന്തിക്ക്. ഒരൊറ്റ ജീവിതമാണ്. യഥാർത്ഥ ജീവിതം ഇതല്ല. അത് മരണം കൊണ്ട് തുടങ്ങുന്നതാണ്. പിന്നെ മരണമില്ല. ആര് രക്ഷിക്കാൻ? ഏത് കവാടം തുറക്കാൻ? ഏത് ഫ്രണ്ട്ഷിപ്പാണ് അവിടെ ഉപകാരപ്പെടുക? ചിന്തിക്ക് പൊന്നുമോനെ. മൂന്നാമത്തെ പൊന്നുമോൻ റഫിനാസ് എന്ന് പറയുന്ന പൊന്നുമോൻ. ആ പൊന്നുമോൻ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളുടെ, പ്രയാസങ്ങളുടെ പ്രകമ്പനങ്ങൾ ഏറ്റെടുത്ത പൊന്നുമോന. അവൻ വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടി ഒഴിവ് സമയങ്ങളിൽ ജോലിക്ക് പോകുന്ന പൊന്നുമോനായിരുന്നു. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ, പത്രത്തിലൂടെ നിങ്ങൾ അറിഞ്ഞതല്ലേ? ആ റഫിനാസ് എന്ന പൊന്നുമോൻ ഇക്കഴിഞ്ഞ റജബ് 27 നോമ്പ്, ഇക്കഴിഞ്ഞ റജബ് 27 സുന്നത്ത് നോമ്പ് എടുത്തുകൊണ്ട് അവൻ പോവുകയാ. അവൻ പണിക്ക് പോകുന്ന ബേക്കറിയിലേക്ക് കടന്നു പോവുകയാ. ഫ്രിഡ്ജ് വൃത്തിയാക്കുകയാ. സ്വിച്ച് ഓഫാക്കി വെച്ചുകൊണ്ട് ഫ്രിഡ്ജ് വൃത്തിയാക്കുകയാ. സഹോദരങ്ങളെ, അങ്ങനെ ഫ്രിഡ്ജ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോ ആരോ ഒരാൾ വന്ന് തറന്നില്ല. സ്വിച്ച് ഓണാക്കി പോയി. അതാ ഷോക്കടിക്കുകയാ. തെറിച്ചു ദൂരേക്ക് വീഴുകയാ. നോമ്പുകാരനായ 16 വയസ്സുള്ള റഫിനാസ് എന്ന വീട്ടിന്റെ പ്രാരാബ്ദങ്ങളെ ചെറുത്ത് മുന്നോട്ട് പോകുന്ന പൊന്നുമോനെ അവന് പടന്ന് അലമുറയിട്ടു. ആളുകൾ ഓടി വന്നു, എടുത്ത് മടിയിൽ വെച്ചു. പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പിഴയുന്ന കുഞ്ഞിനൊരിച്ച് വെള്ളം കൊടുക്കാൻ വേണ്ടി വെള്ളം ഇറ്റിച്ചു കൊടുക്കും.
കൊടുക്കുമ്പോ പാടത്തുകൊണ്ട് പറയുന്നില്ല, ഞാൻ കുടിക്കൂല, എനിക്ക് വമ്പാട്, എനിക്ക് വേണ്ട വെള്ളം ഞാൻ എന്നെ നോമ്പ് തുറക്കൂല. SSFന്റെ തുണക്കൂട്ടനാണ്, SSFന്റെ തുണക്കൂട്ടനാണ്. പണ്ഡിതന്മാരെത്രയോ ആ വീട്ടിൽ വന്നുപോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പൊന്നുമോനെ, ഇതാണ് നമുക്ക് ആവശ്യം, ഇതിനു വേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ചെറുപ്പക്കാരുടെ മടിയിൽ തല വെച്ചുകൊണ്ട് അവൻ ഉറച്ചു പറഞ്ഞ് സന്തോഷത്തോടെ നോമ്പുകാരനായിട്ട് സ്വർഗത്തിൽ മാതാപിതാക്കളെ കാത്തു നിൽക്കാൻ മുമ്പേ കടന്നുപോയ റഫീനാക്കുന്ന മോനെ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം അതിക്രമിക്കുന്നു. 4ാമത്തെ മരണം ഈ റഫീനാത്തിന്റെ വീട്ടിന്റെ പരിസരത്ത്. അവന്റെ 18 വയസ്സുള്ള മറ്റൊരു കൂട്ടുകാരൻ ഈ റഫീനാത്തിന്റെ ഖബർ ജീവിതത്തിന്റെ സന്തോഷത്തിന് ഉസ്താദുമാര് വന്ന് ദ്വാരക്കുമ്പോ ആമീൻ പറയാൻ വന്നൊരു ചെറുപ്പക്കാരൻ 18 വയസ്സുള്ളവൻ ആമീൻ പറഞ്ഞ് മടങ്ങിപ്പോകുമ്പോ ആക്സിഡന്റിൽ ലോകത്തേക്ക് വിട പറഞ്ഞുപോയ 18കാരനെ നീ ഏതൊരു പരലോകമോക്ഷത്തിന് കൂട്ടുകാരന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുവോ? നിന്റെ വീട്ടിലേക്കും ആളുകൾ മണിക്കൂറുകൾക്കകം വന്നുപോയി. മനുഷ്യ ചിന്തിക്ക്, എവിടെയാണ് വിലച്ചു പോകുന്നത്? നിനക്ക് തന്ന അളവ് എവിടെയാണ് വിലച്ചു പോകുന്നത്? ഇനി എത്ര രാപ്പകലുകൾ, ഇനി എത്ര സൂര്യ ഉദയ അസ്തമയ ഭാവങ്ങൾ നമുക്ക് കാണാനുണ്ട്? ഇനി നമുക്ക് വേണ്ടി കടലിന്റെ തിരമാലകൾ എത്ര അടിച്ചു വരാനുണ്ട്? എവിടെയാണ് വിലച്ചു പോകുന്നത്? എവിടെയാണ് പരലോകത്തിന്റെ കർട്ടൻ തുറക്കുന്നത്? എവിടെയാണ് ദുനിയാവിന്റെ തിരശ്ശീല വീഴുന്നത്? ഒന്ന് ചിന്തിച്ചു ബോധമണ്ഡലം. ഇന്നലില്ലാഹി ഇബാദൻ ഹുസന. വളരെ ബുദ്ധികൂർമ്മതയുള്ള അടിമകൾ അല്ലാഹുവിനുണ്ടെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു പാടിപ്പറന്ന് നമുക്ക് തരുമ്പോൾ ഇനി എന്ത് കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുന്നു? ഇനി ആരെ കാത്തിരിക്കുന്നു? ഇനിയൊരു പ്രവാചകനില്ല, ഇനിയൊരു ദൗത്യവുമായ ഒരു പ്രവാചകന്റെ വിളിയാളമില്ല. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന നേതാവല്ലയോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിലാളനയിൽ കിഴന്നു പോകേണ്ട സമുദായമേ, അർശിന്റെ കടലിലേക്ക് കടന്നു പോകണമേ നമ്മൾ. അല്ലാഹുവേ, സദസ്സത്തിന് നീ കാരണമാക്കണമേ തമ്പുരാ.